സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ലോങ് ഫോം വീഡിയോസ് എടുക്കാൻ പോവുകയാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോക്കകത്ത് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരൻ ICN ഗോവയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ നിന്ന് ഇന്നലെ വന്നു, INBA ചെയ്തു, ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. അപ്പം നാളെ രാവിലെ ഗോവയ്ക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവൻ്റെ കൂടെ ആയിരിക്കും. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോവർ ബോഡി വർക്കൗട്ടാണ്. എൻ്റെ സ്പ്ലിറ്റ് വേറെയാണ്, പുള്ളിക്കാരൻ്റെ സ്പ്ലിറ്റ് വേറെയാണ്. അവൻ കോമ്പറ്റീഷൻ പ്രിപ്പയർ ലൈറ്റായിട്ടേ കാണത്തുള്ളൂ. പക്ഷെ നമുക്ക് പരിചയപ്പെടാം. ബസാം. ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. Nobody believes in you. You've lost again and again and again. 1000 பேருக்கு நீ முன்னாடி இருக்கறன்ற தைரியம் வந்துச்சுன்னா உலகத்தையே ஜெயிக்கலாம். What will you do? Rebuild it, brick for brick. Kill them with your success, bury them with your smile. There are moments when you're going to doubt yourself. There are rough times are going to come, but they have not come to stay. They have come to pass. It's very important for you to know that. Don't say I'm having a bad day. Say I'm having a character building day. No matter how bad it is or how bad it gets, I'm going to make it. It's possible that you can live your dream. That it's necessary that you're relentless, that you have a plan of action, that you are creative. It's not over until I win. അപ്പോൾ ഇതാണ് ബസാം. ബസാം ആരാണെന്നും എന്താണെന്നുള്ളതും ബസാം തന്നെ പറയും. ഈ വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് സംസാരിക്കാം. കാരണം ഇപ്പോൾ ടൈമില്ല, നമുക്ക് വർക്കൗട്ട് ചെയ്യണം, പുള്ളിക്കാരനെ പോയിട്ട് മീൽ കഴിക്കണം. അത് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം, മേളിൽ പോയിട്ട് ലെഗ് വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് പറയാം. കാരണം ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണി കഴിഞ്ഞിട്ടേക്കാണ് ബസാം ഇപ്പോൾ ഇവിടെ. അതുകൊണ്ട് ഓൾമോസ്റ്റ് 3-4 എത്ര സ്റ്റേജ് ചെയ്തു? 4 സ്റ്റേജ്. അപ്പോൾ 4ാമത്തെ സ്റ്റേജാണ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ജേണി എങ്ങനെയാണെന്നുള്ളത് അവൻ തന്നെ ഷെയർ ചെയ്യും. സോ കീപ് വാച്ചിങ്, ലെറ്റ്സ് ഗോ. ബാ. ഇന്ന് കൂട്ടം വ്ളോഗാ, ലെഗ് ഡേ വ്ളോഗാ. ഇത് എക്സ്റ്റൻഷനാ? ഫ്രീ ആവാ. തുടങ്ങിക്കോ. ഞാനിത് തന്നെ, എനിക്കും ഇത് തന്നെ. പക്ഷെ മെയിനായിട്ട് സ്ക്വാട്സ് ലാസ്റ്റ് ആയിരുന്നു. അല്ല ഇത് അതിവിടെ. പിന്നെ ഓബിയസ്ലി 120 കിലോ നീ ഒരു വർഷം കൊണ്ട് കുറച്ചു. ഇപ്പൊ എത്ര കറണ്ട് വെയിറ്റ്? 120 ഞാൻ 68 എത്തിച്ചു. 68 85 ബൾക്ക് ചെയ്തു. ഇപ്പോ 69. എങ്ങനെ ഉണ്ടായിരുന്ന ബോഡി ബിൽഡിംഗ് ജേണി? അത് എന്താ പറയാ, നമ്മൾ കാണുമ്പോൾ ലൈക്ക് എല്ലാവർക്കും ചെയ്യണം ഇറങ്ങണമൊക്കെ തോന്നും. പക്ഷെ ഒരുപാട് എതിർപ്പുണ്ടാവും. ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് അല്ലായിരുന്നു. ചേഞ്ചിങ് തന്നെയാണ്. നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും നമ്മുടെ കൂടെ നിൽക്കാൻ ലൈക്ക് നമ്മളെക്കാട്ടി സപ്പോർട്ട് ചെയ്യാൻ, നമുക്ക് അറിയണവനെക്കാട്ടി നമ്മുടെ സ്ട്രേഞ്ചേഴ്സ്. സോ അതൊക്കെയാണ് എനിക്ക്. ഇവരുടെ നമ്മളെ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് വേണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ പിന്തിരിപ്പിച്ചാലും ഇവരുടെ സപ്പോർട്ട് കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നും. അത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു ഇതാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. ഇപ്പം നമ്മൾ മീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ പരിചയപ്പെട്ടു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. അത്രേ ഉള്ളൂ. നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ കൊണ്ട് പറ്റുന്നതിലുള്ള ഹെൽപ്പ് എല്ലാവർക്കും ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ICN. അങ്ങനെ ടീം നാറ്റിയുടെ പ്രൊഡക്റ്റ് ടീം നാറ്റിയുടെ പ്രൊഡക്റ്റ് എങ്ങനെയായി? അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ IPC ചെയ്യാൻ നേരത്ത് ടീം നാറ്റിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ചേരാൻ പറ്റിയില്ല, പുള്ളിക്കാരൻ ബിസി ആയിരുന്നു. എന്നുവെച്ചാൽ സ്റ്റേജ് ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് എന്നെ പിന്നെ കോണ്ടാക്ട് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു, ബ്രോ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുക, എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. പിന്നെ പുള്ളിക്കാരൻ അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടു, IPCയിൽ അവിടെ വെച്ച് വേണ്ടി. അപ്പോൾ അന്ന് എനിക്ക് ആ ഒരു വൈബ് മനസ്സിലായി. ഇന്ന് ഞാൻ എന്ത് ചെയ്തു, ഇവരെ ഒരു കോഴ്സ് ഉണ്ടെന്ന് മനസ്സിലപ്പം എനിക്കല്ല നോർമൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു ഇവരുമായിട്ട്. അപ്പോൾ കോഴ്സ് ഉണ്ടെന്ന് അപ്ഡേറ്റഡ് ആയിരുന്നു ഞാനിങ്ങനെ. അപ്പോൾ കോഴ്സ് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ബാച്ചിനകത്ത് ഞാൻ വിചാരിച്ചത് അത് ചെയ്യാം. അന്ന് എനിക്ക് ഈ ബോഡി ബിൽഡിങ്ങിൻ്റെ സ്റ്റെപ്സ് കുറച്ച് മിസ്സിങ് ആയിരുന്നു. എനിക്ക് പറ്റിയ മിസ്റ്റേക്സിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്ത് ആ കോഴ്സ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ എക്സ്പീരിയൻസ് നോളേജ് നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടി ഇതാവും.
പിന്നെ അത് ചെയ്തു. ഇപ്പോൾ അവരുമായിട്ട് നല്ല കമ്പനിയാണ്. അത് അതെന്ന് കണ്ടില്ലേ, നസീർ കണ്ടപ്പോൾ എന്നെ മനസ്സിലായെന്നാണ്. ഞാനിപ്പം ഈ നമ്മുടെ ഫിറ്റ്നസ് ഫീൽഡിലുള്ള എല്ലാവരുമായിട്ട് അത്യാവശ്യം നല്ല കോണ്ടാക്റ്റിലാണ്. Bola gostoso, chacoalhando essa bunda, ela bate, bate, bate. E esse é o DJ do baile, novinha vai a loucura quando ele aperta o play, o chacoalhando. ക്ലിപ്പ് ആ നിങ്ങൾക്ക് വെരിക്കോസ് പെയിൻ ഉണ്ടോ അവിടെ? ഉണ്ടോ സ്റ്റാർട്ടിങ്ങാ? ആർക്കറിയാം, വീട്ടുകാർ അതൊക്കെ തന്നിട്ടുള്ളൂ. കുറേ കടങ്ങളും ധരിക്കും. തൈറോയിഡ്. ഇപ്പോൾ നമ്മളെ വർക്കൗട്ട് തീർന്ന് ഞങ്ങൾ വർക്കൗട്ടിന് ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വീഡിയോ അവിടെ വെച്ച് കട്ട് ചെയ്തതാണ്. അപ്പം ഇനി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പറയാം. ബസാമിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബസാമിന് ഷെയർ ചെയ്യാനുണ്ട്. സോ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പറഞ്ഞോടാ, നിൻ്റെ ലൈഫിൽ ഫിറ്റ്നസ്സിലേക്ക് വരാനുള്ള കാരണം ഒന്നുകൂടി പറഞ്ഞു. കാരണം ചിലപ്പോൾ അതിന് കിട്ടിക്കാണുന്നില്ല. സോ ചെറുപ്പം മുതലേ നമുക്കറിയാമല്ലോ, നമ്മളൊരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ഫാമിലിയാണ്. അപ്പോൾ എന്ത് ഫുഡ് കിട്ടിയാലും കഴിക്കുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. പണ്ടൊക്കെ ഞാൻ അത്ര മെല്ലിട്ടായിരുന്നു, അത്ര തടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പോകെ എന്തോ ഭക്ഷണം കഴിച്ചാലും തടി വയ്ക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഈ കോവിഡൊക്കെ ആകുമ്പോഴാണ്, ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ എൻ്റെ മാക്സിമം വെയിറ്റ് എത്തി 120.2 ടു ബി പ്രിസൈസ്. സോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. കാരണം നമുക്കൊരു ഫംഗ്ഷനോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സോ ഒന്നിനും പോകാനോ ഒന്നും പറ്റുമെന്ന് അതെ. സോ ബോഡി ഷെയ്മിങ് ആണ് എല്ലാത്തിനും തുടക്കം. എല്ലാവിടെ എവിടെയാണെങ്കിലും ആരാണെങ്കിലും എന്താണ് ബോഡി ഷെയ്മിങ്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലൊക്കെ ബോഡി ഷെയ്മിൻ്റെ ഒക്കെ പീക്കാണ്. തമാശയായിട്ടാണ് ആൾക്കാർ. കാരണം നീ തടിച്ചല്ലോ, നീക്ക് എന്താ മെലിഞ്ഞു പോയാ മെലിഞ്ഞല്ലോ, കറുത്തല്ലോ, വെളുത്തല്ലോ, ഇതൊക്കെ എന്തിനാന്ന് കൂടെ അറിയില്ല. ലൈക്ക് അത് അവർ കഴിക്കണ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവർ തടിക്കുക. ചിലപ്പോൾ അത് നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ നമുക്കതൊന്ന് നന്നായി പൊള്ളും. അപ്പോൾ അങ്ങനെ ഞാൻ തടിക്ക് കുറഞ്ഞ് ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ കൂടി. അതിന് കുറയ്ക്കാൻ വേണ്ടി ബാഡ്മിൻ്റൺ, ഞാൻ പറഞ്ഞല്ലോ, ബാഡ്മിൻ്റൺ കളിക്കാൻ പോയപ്പോഴാണ് അവിടെ നിന്ന് എനിക്ക് കുറച്ച് നമ്മൾ റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. ലൈക്ക് നമ്മളെ മാറ്റി നിർത്താൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് വിചാരിച്ചു, ഓക്കെ, ഇനി തടി കുറച്ചാലേ ബാക്കി കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഫിറ്റ്നസ്സിലോട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കുക, നമ്മൾ മെല്ലിനപ്പോൾ ചോദിക്കാൻ തുടങ്ങി, എന്താ ഷുഗർ ഉണ്ടോ, എന്താ വല്ല മരുന്ന് എടുക്കുന്നുണ്ടോ, ഓവറായിട്ട് എല്ലാവരും ചോദിക്കും. തടിച്ചാൽ ചോദിക്കും എന്താണ് വല്ല പ്രശ്നമുണ്ടോ, മെല്ലിന ഇതുകൊണ്ടോ. പക്ഷെ എനിക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, തടി കാരണം. അത് ചെക്ക് ചെയ്ത് തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കൊളസ്ട്രോൾ. ട്രാൻസ്ഫോർമേഷൻ ടൈം എടുത്തത് 1 year അല്ലേ? അതായത് 1 yearലാണ് ഞാൻ വെയിറ്റ് ലോസ്. അതായത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും വെയിറ്റ് ലോസ് ഫാറ്റ് ലോസ് രണ്ടും ഉണ്ട്. അതിൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക് വന്നത് എനിക്ക് വെയിറ്റ് ലോസ് ആണ് ഞാൻ ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തത്. സോ നമ്മൾ വ്യൂവേഴ്സ് കാണുന്നവരെ ഓഡിയൻസിനോട് പറയാനുള്ളതാണ്. കാരണം നമ്മൾ ഒരിക്കലും ഒരു തടി കുറയ്ക്കണം പറഞ്ഞ് വെയിറ്റ് ലോസ് ചെയ്യാതിരിക്കുക. ഫാറ്റ് ലോസ് ആണ് നമ്മൾ മെയിൻ. കാരണം വെയിറ്റ് ലോസിൻ്റെ കൂടെ ചെയ്യുമ്പോൾ വെയിറ്റ് ലോസിൻ്റെ ഫാറ്റും മസിലും പോകും. ആ മസിൽ പിന്നെ റീബിൽഡ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി ആൾക്കാർ വർഷങ്ങളുണ്ട് മസിലിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അപ്പം പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ഡ്രോപ്പ് ചെയ്യുമ്പം ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ആക്ഷൻ കാരണം പോകുന്നൊരു സാധനം എന്ന് പറയുന്നത് മസിൽസ് ആണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രോപ്പേ ഫാറ്റ് ലോസിന് ഉണ്ടാവുന്നുള്ളൂ. ഇപ്പോൾ വെയിറ്റ് ലോസ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ഫാറ്റ് ലോസിന് കുറച്ച് ട്രിക്കി പാട്ടാണ്. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം പഠിച്ച് ഒരു കണ്ടീഷനോട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഫാറ്റ് ലോസ് ആയിക്കൊണ്ടിരിക്കും. സോ അതൊന്ന് പഠിക്കാനുള്ള ടൈം എടുത്തു കഴിഞ്ഞാൽ പകുതി ആൾക്കാർക്ക് ഇപ്പോഴും അറിയത്തില്ല വെയിറ്റ് ലോസും ഫാറ്റ് ലോസും സെപ്പറേറ്റ് ആണ്. സോ അത് ടൈം എടുക്കും. അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി ഒരാളടുത്ത് പോയി സംസാരിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നോളജ് ഉള്ള ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേ കിട്ടത്തുള്ളൂ. പിന്നെ കുറെ പേര് മീൽ സ്കിപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, രാവിലെ വെള്ളം നാരങ്ങ സീഡ്സ് രാവിലെ നാരങ്ങ പിഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ കുടിക്കുക. അതൊക്കെ എന്തിനാന്ന് ഒരു ഇത് അറിയില്ല. കാരണം നമ്മുടെ എടുക്കണ മീൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിച്ചാൽ, ബ്രേക്ക് ചെയ്ത് കഴിച്ചാൽ തന്നെ നമ്മുടെ വയർ എപ്പോഴും ഫിൽഡ് ആയിരിക്കും. ചില ആൾക്കാരെ അങ്ങനെ ഉണ്ട്, രാവിലെ തൊട്ട് ഉച്ച വരെ ഒന്നും കഴിക്കില്ല, അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ മതി. നമ്മൾ ഇപ്പം ഞാൻ കറണ്ട് വെയിറ്റ് പറഞ്ഞ 69. അപ്പോൾ ഞാൻ ഈ കോമ്പറ്റീഷന് ഇറങ്ങാൻ. അപ്പോൾ നാളെയാണ് എൻ്റെ കോമ്പറ്റീഷൻ. ലൈക്ക് നാളെ ഞാൻ പോകും. ഗോവയിലാണ് കോമ്പറ്റീഷൻ. പ്രോ ഷോ ആണ്. എൻ്റെ ഫസ്റ്റ് ICN ഇവൻ്റ് ആണ്. സോ നിങ്ങളെ കുറേ പേര് കണ്ടിട്ടുണ്ടാവും ICN എന്താണ്, എങ്ങനെ നമ്മൾ നാച്ചുറലായിട്ട് ഇറങ്ങുന്നവരാണ്. അപ്പോൾ അതിൽ ട്രാൻസ്ഫോർമേഷൻ കാറ്റഗറി ഞാൻ ഇറങ്ങുന്നത്. ഇൻഷാല്ലാ അടുത്ത അല്ലെങ്കിൽ വരുന്ന സീസണിൽ അതിനനുസരിച്ച് മസിൽ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ വേറെ കാറ്റഗറി ഇറങ്ങാം. ഇപ്പോൾ തുടങ്ങിയത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ആണ്. ജേർണിയുടെ പുതിയൊരു ജേർണിയുടെ സ്റ്റാർട്ടിങ്. ആദ്യമേ ഫാറ്റ് ലോസ് ചെയ്യുന്നത് ഒരു ജേർണി ആയിരുന്നു. പക്ഷേ ആ ജേർണിയിൽ നിന്നൊരു
ഒരു ജിം അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡർ എന്നുള്ളൊരു കാറ്റഗറിയിലോട്ട് വരുമ്പോഴത്തേക്ക് അത് ജേർണി സ്റ്റാർട്ട് ചെയ്യുക. കാരണം നേരത്തെ ഉള്ള ഫാറ്റ് ലോസിൻ്റെ ഡിസിപ്ലിൻ ആയിരിക്കത്തില്ല ഒരു ബോഡി ബിൽഡറിൻ്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. കുറച്ചും കൂടി എക്സ്ട്രീം ലെവൽസ് ഓഫ് കാര്യങ്ങൾ വരും. അതിനിടയ്ക്ക് ഇവൻ വർക്കിംഗ് പ്രൊഫഷണലാണ്, IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. അങ്ങനെയല്ല, ബോഡി ബിൽഡിങ് എല്ലാവർക്കും അങ്ങനെ പറ്റുന്നൊരു കാര്യമല്ല. ബിക്കോസ് ഒന്നാമത്തെ കാര്യം നല്ല എക്സ്പെൻസ് ആണ്. അതിൻ്റെ അവിടെ നിങ്ങൾക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണം. നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ പേഴ്സണൽ ഐറ്റംസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റൂ. പ്രത്യേകിച്ച് നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൽ ഒരു പ്രെപ്പ് എന്ന് പറയുമ്പോൾ മിനിമം 7-8 months ഒക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പോകും. ഡിപ്പെൻസ് ഓൺ ദ ബോഡി കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് 8 months ഒരു വർഷത്തിൽ നിങ്ങൾ സാക്രിഫൈസ് റെഡി ചെയ്യാനെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രെപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയാണ്. ബസാമിന് എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഐസിയൻ സ്റ്റേജ് പോയി തകർത്തിട്ട് പോവാം. അപ്പം ബാംഗ്ലൂർ വന്നിട്ട് ഇപ്പം എനിക്ക് ഫുഡൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം അവൻ വരുമ്പോഴത്തേക്ക് പ്രെപ്പിൽ അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ കോമഡി അതല്ല, ഇപ്പൊ ഞാൻ പ്രെപ്പിലാണ്. ഇപ്പൊ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഒരു 8 മാസത്തേക്ക്. പ്രോനെ മധുരയ്ക്ക് വിളിച്ചിട്ടുണ്ട് ചീറ്റ് ഡേ വ്ലോഗിന്. അപ്പൊ മധുരയ്ക്ക് വരട്ടെ ഞാൻ പ്രോന് വാങ്ങിക്കൊടുക്കും. അവൻ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് മധുരയ്ക്ക് പോയിട്ട് അപ്പൊ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രെപ്പ് തുടങ്ങുന്നേ ഉള്ളൂ, ഞാൻ എന്റെ പ്രെപ്പ് ഇന്ന് തുടങ്ങുവാണ്. അപ്പോൾ എന്തായാലും മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ പ്രാവശ്യം പ്രെപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ നോക്കാം എൻ്റെ ബോഡിയുടെ ഒരു ലിമിറ്റ് പീക്ക് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. കാരണം ഇപ്പോൾ ഒബ്വിയസ്ലി കുറച്ച് മസിൽ മാസ് ഞാൻ ഗെയിൻ ചെയ്തിട്ടുണ്ട്. അത് കളയാതെ എനിക്ക് ഈ ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റണം. സോ അതുകൊണ്ട് നോക്കാം. മേ ബി ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. കുറച്ച് സ്പോൺസേഴ്സിനെ കൂടെ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നല്ല എക്സ്പെൻസ് ആണ്, പ്രത്യേകിച്ച് ICN ഷോസ് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല എക്സ്പെൻസാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ബാക്കി സ്റ്റേജിൽ കാണാം. അപ്പം സീ യു ഗൈസ്. നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഇനി കോപ്പിറൈറ്റ് കിട്ടും. ബൈ.